ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നിഡോസൈറ്റ്സിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തോ പഠിച്ചേ? നിഡേറിയൻസ് ആ ഫൈലം തുടങ്ങി വെച്ചു, അതിൻ്റെ സെയിലിൻ ഫീച്ചേഴ്സ് പഠിച്ചു. അപ്പോൾ അത് കാണാത്തവരെ അതൊന്ന് പോയി കണ്ടിട്ട് വേണം ഇത് കണ്ടിന്യൂ ചെയ്ത് കാണാൻ. ഓക്കെ, അപ്പം നമ്മൾ കണ്ടു നിഡോസൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു യുണീക്ക് സ്പെഷ്യലൈസ്ഡ് ഫീച്ചേഴ്സ് ആണ് നിഡോസൈറ്റ്. ഈ നിഡോസൈറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഉള്ളത് കൊണ്ടാണ് നിഡേറിയൻസിന് ആ ഒരു പേര് വന്നത്. ആ വേർഡ് വന്നത് ഗ്രീക്ക് വേർഡ് നിഡോ എന്നാണ്. അതിന്റെ അർത്ഥം സ്റ്റിങ്ങിങ് നെറ്റിൽ നിന്നാണ്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാ. അപ്പൊ ഈ നിഡോസൈറ്റ്സിനെ കുറിച്ച് നമുക്ക് കൂടുതലൊന്നും അറിയണ്ടേ? കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ആ, ഉണ്ട്. അപ്പൊ നമുക്ക് അതിനകത്തോട് തുടങ്ങാം. അപ്പോൾ ഈ നിഡോസൈറ്റ്സ് ദേ ആർ സെൻസറി കം ഇഫക്റ്റർ സെൽ. അപ്പം സെൻസ് ചെയ്യും, അതുപോലെ ആക്ഷൻ ഇഫക്റ്റ് എന്തെങ്കിലും അത് പെർഫോം ചെയ്യും, ഡിഫൈൻഡ് ചെയ്യും. അങ്ങനെയുള്ള സ്ട്രക്ചറാണ്. അതിൻ്റെ ഫങ്ഷൻ പ്രേ ക്യാപ്ചർ ആൻഡ് ഡിഫെൻസ്. അതിൻ്റെ ഇരയെ പിടിക്കാൻ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഇറ്റ് ഹെൽപ്സ് ദാറ്റ് ഓർഗാനിസം ടു ഡിഫെൻഡ് ഫ്രം ഇറ്റ്സ് എനിമി. അപ്പോൾ ശത്രുവിൽ നിന്ന് രക്ഷപ്പെടുത്താനും രക്ഷ നേടാനും ഈ നിഡോസൈറ്റ്സ് തന്നെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. നിഡോസൈറ്റ്സ് തന്നെയാണ് താരം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ അങ്ങോട്ട് പഠിക്കാം. നോക്കിയേ, നിഡോസൈറ്റ് എന്ന് പറയുന്ന സെല്ലാണ് ഇത്. അതിൻ്റെ ഉള്ളില് ഒരു സ്പെഷ്യലൈസ്ഡ് ഓർഗനലുണ്ട്. അതിൻ്റെ പേരാണ് നിഡ. മനസ്സിലായോ? അപ്പം നിഡോ എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡ്, അതിൻ്റെ അർത്ഥം എന്തായിരുന്നു? സ്റ്റിങ്ങിങ് നെറ്റിൽ സാധനം ചൊറിയണം. ചൊറിയണം എന്ന് വെച്ചാൽ ഇങ്ങനെ കുത്തുന്ന ഒരു കൂർത്തിരിക്കുന്നു അല്ലേ, അതിൻ്റെ ഇലയുടെ അറ്റമൊക്കെ. അപ്പം അതുമായിട്ട് ബന്ധമുള്ളതുകൊണ്ടാണ് ഈ ഫൈലത്തിന് നിഡേറിയൻസ് പേര് വന്നത്. ഇപ്പം നിഡ എന്താന്ന് നമ്മൾ ഒന്നുകൂടെ കാണുകയാണ്. നിഡോസൈറ്റ് എന്ന് പറയുന്ന സെല്ല് ഇതാണേ. നിഡോസൈറ്റ് എന്ന് പറയുന്ന സെല്ല് ഈ ബ്ലാക്കിൽ കാണിച്ചേക്കുന്നത്, അതിൻ്റെ ഉള്ളിലുള്ള ഒരു സ്ട്രക്ചറാണ് നിഡ. ഇതിനകത്താണ് സംഭവം ഇരിക്കുന്നത്. അപ്പം ആ ഉള്ളിലുള്ള സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് കണ്ട് കുറേ ഫ്ലൂയിഡ് ഉണ്ട്. ഒരു ക്യാപ്സ്യൂളാണ് കണ്ടോ. ക്യാപ്സ്യൂൾ ഒരു അറയാണ്. അറ കണ്ടോ. എ ഫ്ലൂയിഡ് ഫിൽഡ് മെംബ്രേനിയസ് ക്യാപ്സ്യൂൾ. ആ റെഡ് പോർഷൻ നോക്കുക. അപ്പോൾ ഈ ക്യാപ്സ്യൂളിൻ്റെ ഒരു ഭാഗം അകത്തോട്ട് ഉള്ളിലോട്ട് ഇൻവാജിനേറ്റ് ചെയ്ത് ഒരു കൊച്ചു ട്യൂബായിട്ട് വന്ന് അതിൻ്റെ ആ കനം കുറഞ്ഞ് നാരോ ആയിട്ട് ആ ട്യൂബ് കനം കുറഞ്ഞ് ചുറ്റി ഇങ്ങനെ ചുരുണ്ടിങ്ങനെ ഇരിക്കുകയാണ് കണ്ട. അതാണ് ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നിഡ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്താണ്? ഫ്ലൂയിഡ് വെച്ച് ഫില്ല് ചെയ്തിട്ടുള്ള മെംബ്രേനീസ് ആയിട്ടുള്ള ഒരു ക്യാപ്സ്യൂളാണ്. അതിൻ്റെ ഒരു ഭാഗം ഇറ്റ് ഈസ് ഇൻവാജിനേറ്റഡ്. അത് ഉള്ളിലോട്ട് ഇൻവാജിനേറ്റ് ചെയ്ത് അതിൻ്റെ വിട്ട് നാരോ ആയി ഒരു ട്യൂബുലർ ആയിട്ട് ഇങ്ങനെ കോയിൽ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. പതുങ്ങിയിരിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ അകത്ത്. ഓക്കെ, നിഡോസൈറ്റിന് ഉള്ളിൽ. അപ്പോൾ ഈ ക്യാപ്സ്യൂളിൻ്റെ വാൾ ഇറ്റ് ഈസ് തിക്കൻഡ് ബൈ എ ലെയർ ഓഫ് കൊളാജൻ വെച്ചിട്ടാണ് തിക്കൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഇത് ഡിസ്ചാർജ് ചെയ്യും, ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫയർ ചെയ്യും കേട്ടോ. അതെപ്പോഴാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഇൻവേർട്ടഡ് ട്യൂബ്യൂൾ, അതായത് ക്യാപ്സ്യൂളിൻ്റെ ഒരു ഭാഗം ഇൻവാജിനേറ്റ് ചെയ്ത ട്യൂബ്യൂൾ ആയിരിക്കുന്നത് കണ്ടില്ലേ, ഇങ്ങനെ കോയിൽഡ് ഫോൾഡിൽ പാമ്പൊക്കെ ചുറ്റിപ്പണഞ്ഞിരിക്കുന്ന പോണക്ക് ഇരിക്കുകയാണ്. ഇവിടുത്തെ ഈ ഫ്ലൂയിഡിനകത്ത് ബാത്ത് ചെയ്ത് അതിൽ മുങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഫ്ലൂയിഡിനകത്ത് എന്തൊക്കെയുണ്ട്? ഹൈ കോൺസെൻട്രേഷൻ ഓഫ് അയോൺസ്, ചില അയോൺസിൻ്റെയും അമിനോ ആസിഡ്സിൻ്റെയും പ്രോട്ടീൻസിൻ്റെയൊക്കെ ഒരു ഹൈ കോൺസെൻട്രേഷൻ ഉള്ള ഒരു ഫ്ലൂയിഡാണിത്. അപ്പോൾ ഇതിലെ മിക്ക സാധനങ്ങളും ഹൈലി ടോക്സിക് ആണ്. നോട്ട് ദ പോയിന്റ്. കണ്ടോ, അവർ ഹൈലി ടോക്സിക് ആണ് ഇതിനകത്തെ മിക്ക സാധനങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് നിഡോസൈറ്റ് എന്ന് പറയുന്നത് ഈ ബ്ലാക്കിലെ പോർഷൻ, ആ സെല്ലിൽ ഒരു സെൻസറി സീലിയം ഉണ്ട് കണ്ടോ, ഒരറ്റത്ത് കണ്ടോ, ഇരിപ്പുണ്ട് കണ്ടോ. അതിൻ്റെ പേരാണ് നിഡോസിൽ എന്ന് പറയും. ഇറ്റ് ഈസ് മെക്കാനോ റിസപ്റ്റീവ്. എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് തൊട്ടാൽ അപ്പോഴേ സെൻസ് ചെയ്യും. അങ്ങനെയുള്ളതിനാണ് മെക്കാനോ ടച്ച്. എന്തെങ്കിലും മെക്കാനിക്കൽ സ്റ്റിമുലസ് വന്നു കഴിഞ്ഞാൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ്. അതെവിടെയുണ്ട്? നിഡോസൈറ്റിൻ്റെ എൻഡിലുണ്ട് കേട്ടോ. അപ്പോൾ അതും ഒരു പാർട്ടാണേ, നോട്ട് ചെയ്തോണേ. അപ്പോൾ ഇനി
അത്രയുമായിരുന്നു മെയിൻ സ്ട്രക്ചറിന്. സ്ട്രക്ചർ കാണിച്ചതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി ഈ നിഡ എന്ന് പറയുമ്പോൾ എന്താണ്? നിഡോസൈറ്റിന്റെ ഉള്ളിലെ ആ ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള മെംബ്രേനിയസ് സ്ട്രക്ചറിനെയാണ് പറയുന്നത് നിഡ എന്ന് പറയുന്നത്, അല്ലേ? ഇങ്ങനെ ഇൻവാജിനേറ്റ് ചെയ്ത് ഇങ്ങനെ ട്യൂബായിട്ട് ഇങ്ങനെ കോയിലിരിക്കുന്ന ഈ ഒരു ഈ ഒരു സ്ട്രക്ചറിനെയാണ് നിഡ. അപ്പോൾ ആ നിഡ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാന്ന് നോക്കാം. നിമാറ്റോസിസ്റ്റ്, സ്പൈറോസിസ്റ്റ് ആൻഡ് ടൈക്കോസിസ്റ്റ്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ഫസ്റ്റ് നിമാറ്റോസിസ്റ്റ്. ഈ നിമാറ്റോസിസ്റ്റ് ആണ് എല്ലാ നിഡേറിയൻസിലും കാണുന്ന നിഡ എന്ന് പറയുന്നത്. കോമൺ ആണേ. അപ്പം അപ്പോൾ ഞാൻ നേരത്തെ തൊട്ട് മുമ്പത്തെ സൈഡിൽ കാണിച്ചായിരുന്നല്ലോ, ഇതിപ്പോൾ നിഡോസൈറ്റ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇത് ഇൻവാജിനേറ്റ് ചെയ്തിട്ടാണല്ലോ എന്ത് കാണുന്നത്? നിഡ ഇരിക്കുന്നത്, അല്ലേ? നിഡ. അപ്പം ഈ ട്യൂബിൻ്റെ ട്യൂബ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്യാപ്സ്യൂള് ഇൻവാജിനേറ്റ് ചെയ്ത് കോയിൽ ചെയ്ത് ട്യൂബ്യൂളായിട്ടിരിക്കും എന്ന് പറഞ്ഞല്ലേ, ആ ട്യൂബ്യൂളിൻ്റെ ബേസിലായിട്ട് എന്താ ഒരു സെൻസറി അല്ല ഒരു സ്പൈൻ അല്ലെങ്കിൽ ഒരു ബാർബ് ഉണ്ട്, ഒരു ചെറിയൊരു സ്പൈൻ പോണക്കുള്ള സ്ട്രക്ചർ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതേപോലൊക്കെ ഇതിൻ്റെ ഫയറിംഗ് സൈറ്റ് ഇങ്ങനെ പെട്ടെന്ന് ഈ ട്യൂബിൽ പുറത്തേക്ക് ഇങ്ങനെ ഫയർ ചെയ്യുന്ന ആ ഫയറിംഗ് സൈറ്റ് അവിടെ അടച്ചു വെച്ചിരിക്കാൻ വേണ്ട ഒരു അടപ്പുണ്ട്, ഒരു ക്യാപ്പുണ്ട്. അതിൻ്റെ പേരാണ് ഓപ്പർക്കുലം. ഹിഞ്ച്ഡ് ലിഡ്, ഇങ്ങനെ തുറക്കാൻ പറ്റുന്ന ഒരു അടപ്പ്, അതിൻ്റെ പേരാണ് ഓപ്പർക്കുലം. അതുകൊണ്ട് പിന്നെ നിഡോസിൽ നമുക്കറിയാമായിരുന്നു ഇവിടെയുള്ള സെൻസറി ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ നിഡോസിലുണ്ട്. അപ്പം ഇതൊക്കെയാണ് നിമാറ്റോസിസ്റ്റ് എന്ന് പറയുന്ന നിഡയുടെ കാര്യം. ഈ നിമാറ്റോസിസ്റ്റ് തന്നെ 30 ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട് കേട്ടോ. പല കുഞ്ഞു മൈന്യൂട്ട് വേരിയേഷൻസോട് കൂടി 30 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നിമാറ്റോസിസ്റ്റ് ഉണ്ട്. ഇനി അടുത്ത് നമുക്ക് നോക്കാം സ്പൈറോസിസ്റ്റ്. ആന്തോസോവയിലാണ് കാണുന്നത്. ആന്തോസോവ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഓർഗാനിസംസ് കൂടുതലും പോളിപ്പോയിഡ് ഫോംസ് ആണ്. സി അനിമോണെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈപ്പ് അപ്പിയറൻസ് ആണ്. ഇപ്പോൾ ആന്തോസോവയിലാണ് സ്പൈറോസിസ്റ്റ് ടൈപ്പ് നിഡ കാണുന്നത്. ഇതിൻ്റെ നിഡ എന്ന് പറയുന്നത് ഇത് തിക്ക് വാൾഡ് ആണ്, ഇത് തിൻ വാൾഡ് ആണ് നിഡ. അത് കണക്ക് മൈന്യൂട്ട് ബ്രിസിൽസ്, കുഞ്ഞു ബ്രിസിൽസ് അതിൻ്റെ അകത്തെ ട്യൂബ്യൂൾ ഉണ്ടല്ലോ, ഫയർ ചെയ്യുന്ന ട്യൂബ്യൂളിൻ്റെ ചുറ്റും കുഞ്ഞു ബ്രിസിൽസ് ഉണ്ട്. പിന്നെ ഈ സ്പൈറോസിസ്റ്റിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ നിമാറ്റോസിസ്റ്റൊക്കെ മെയിനായിട്ടും സ്റ്റിങ് ചെയ്യുക എന്നുള്ളതാണ്, അറ്റാക്ക് ചെയ്യുക, ഇങ്ങനെ ഫയർ ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഇവിടെ സ്റ്റിങ് ചെയ്യുക എന്നതിനെക്കാട്ടിലും ഉപരിയായിട്ട് എന്താണെന്നറിയാമോ, എന്തിനെങ്കിലും പോയി പിടിക്കുക, ഹോൾഡ് ചെയ്യുക, അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ് ഈ സ്പൈറോസിസിൻ്റെ പ്രത്യേകത. ഇങ്ങനെ ഇത് ഈ ഫയർ ചെയ്ത് വന്നിട്ട് ഇത് നമ്മുടെ ഒരു ടെൻഡക്കിൾ എങ്ങനെയാണോ എവിടെയെങ്കിലും ചുറ്റിയിട്ട് പിടിക്കുന്നത്, ആ ഒരു രീതിയിൽ അറ്റാച്ച്മെൻറ്റിനാണ് സ്പൈറോസിസ്റ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. കണ്ടോ, അതാ പറഞ്ഞേക്കുന്നത്. ഇറ്റ് ഈസ് ഹെൽപ്പ് ഫോർ അഡ്ഹെഷൻ റാദർ ദാൻ ഫോർ സ്റ്റിങ്ങിങ്. കണ്ടോ, ഇത് വേണമെങ്കിൽ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ പിടിക്കാൻ, ക്യാപ്ചർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാ? ബൈ റാപ്പിംഗ്, ഇങ്ങനെ അതിൻ്റെ ചുറ്റും ഇങ്ങനെ കോയിൽ ചെയ്തിട്ട്. അതൊരു ഡിഫറൻസ് ആണ്. ഓക്കെ, ഈ ടൈക്കോസിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതും ആന്തോസോവയിൽ തന്നെയാണ് കാണുന്നത്. ആന്തോസോവയിൽ ഒരു പെർട്ടിക്കുലർ ഓർഡർ സെരിയാന്താരിയ എന്ന് പറയുന്നതിനകത്താണ് വരുന്നത്. ഗ്രൂപ്പ് മീൻസ് ട്യൂബ് ഡ്വെല്ലിംഗ് സീ അനിമോൺസ് ആണ്. ഒരു ട്യൂബ് ഉണ്ടാക്കിയിട്ട് ആ ട്യൂബിൻ്റെ ഉള്ളിൽ ആണ് ഈ സീ അനിമോൺസ് ഇരിക്കുന്നത്. അങ്ങനെ ട്യൂബ് ഡ്വെല്ലിംഗ് ആയിട്ടുള്ള അനിമോൺസ് അതിൽ കാണപ്പെടുന്ന നിഡയാണ് ടൈക്കോസിസ്റ്റ് എന്ന് പറയുന്നത്. സ്പൈറോസിസ്റ്റ് പോലെയാണ്, പക്ഷേങ്കിൽ അതിൻ്റെ ട്യൂബ്യൂളിൽ, മറ്റേ സ്പൈറോസിസ്റ്റിനകത്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ട്യൂബ്യൂളിൽ മൊത്തം ഇങ്ങനെ കുഞ്ഞു ബ്രിസിൽസ് ഉണ്ടെന്ന്. ആ ബ്രിസിൽസ് ഇല്ല ഇവിടെ കേട്ടോ, ലാക്ക് ബ്രിസിൽസ് ഓൺ ദ ട്യൂബ്യൂൾ. അപ്പം അൺഡിസ്ചാർജ്ഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ, അൺഡിസ്ചാർജ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇങ്ങനെ ഇത് ക്യാപ്സ്യൂള് ഉള്ളിൽ ആ ചുറ്റിയിരിക്കത്തില്ലേ, അതാണ് അൺഡിസ്ചാർജ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻ. ഞാൻ റഫായിട്ട് വരച്ചാണേ. അൺഡിസ്ചാർജ്ഡ് ആയിട്ടുള്ള ടൈക്കോസിസ് ട്യൂബ്യൂൾ എങ്ങനെയാണ്? 6 ആക്ക് ഫാക്ഷനിലാണ് ഇരിക്കുന്നത് കേട്ടോ. ഒരു 6 ആക്ക് ഫാക്ഷനിലാണ് ചുറ്റി ഇങ്ങനെ ഇരിക്കുന്നത്. അതേപോണക്ക്
സീലിയം ഉണ്ട്, ഒരു മൊട്ടയിൽ സീലിയം ഉണ്ട് ഇതിനകത്ത് കേട്ടോ. മൊട്ടയിൽ സീലിയം ഇതിനകത്ത് ഉള്ളത് കൊണ്ട് എന്തായിട്ട് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ചുറ്റും ഇപ്പം ഈ മഡ്ഡിയായിട്ടുള്ള ഏരിയയിലൊക്കെയാണ് ഈ ഓർഗാനിസം കാണുന്നത്. ഈ മഡിനെയൊക്കെ ഇതിനകത്തേക്ക് എൻറ്റാങ്കിൾ ചെയ്യും. ഈ ട്യൂബ് ഉണ്ടല്ലോ, അത് താമസിക്കുന്ന ട്യൂബിൻ്റെ ഉള്ളിലേക്ക് ട്രാപ്പ് ചെയ്യും മഡിനെ, ആ സീലിയ ഉപയോഗിച്ചിട്ട്. ഇങ്ങനെ ട്രാപ്പ് ചെയ്തിട്ട് ഈ ട്യൂബിൻ്റെ ഉള്ളിലൊരു കോട്ടിങ് ഉണ്ടായി ആ ട്യൂബിനെ നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കും. ഈ സീലിയ ഏതിനകത്തുള്ള നിടയ്ക്കകത്തുള്ള സീലിയ. അപ്പം ഇതിൻ്റെ ബോഡിയിൽ നിടയുണ്ട്, എന്ത് ടൈക്കോസിസ്റ്റ്, അതിൻ്റെ സീലിയ ഉണ്ട്. ആ സീലിയ വെച്ചിട്ട് ചുറ്റും നിന്ന് മഡിനെയൊക്കെ എൻറ്റാങ്കിൾ ചെയ്യും. എന്നിട്ട് ആ ട്യൂബിനകത്ത് ഒരു ലെയർ ഫോം ചെയ്യും കണ്ടോ. എന്നിട്ട് ആ ട്യൂബിനെ സെക്യൂർ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഈ ടൈപ്പ് നിഡേറിയൻസ്, ട്യൂബ് ഡോൾഡിങ് ആയിട്ടുള്ള നിഡേറിയൻസ് താമസിക്കുന്നത്. മനസ്സിലായോ? ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നിഡ. അപ്പം നിഡോസൈറ്റ് അതെന്താണെന്ന് മനസ്സിലായി, അതിനകത്ത് നിഡ എന്താണ് സ്ട്രക്ചർ മനസ്സിലായി, ഡിഫറെൻറ്റ് ടൈപ്സും മനസ്സിലായി. ഇനി ഞാനൊരു വീഡിയോ കാണിക്കാം. ഇത് ടൈക്കോസിസ്റ്റ് ആണ് കണ്ടോ, ട്യൂബ് ഡ്വെല്ലിംഗ്. ട്യൂബ് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ടേ. ഇനി ഈ നിഡോസൈറ്റ് അത് എങ്ങനെയാണ് ഫയർ ചെയ്യുന്നത്, എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നോക്കുമ്പോൾ കുറേ സ്റ്റെപ്സ്. ഫസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റിമുലസ് ഡിറ്റക്ഷൻ. ഒരു നിഡോസിലുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? നിഡോസൈറ്റിൽ ഒരു സെൻസറി ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിന് നിഡോസൈറ്റിൽ അതിൻ്റെ പേരാണ് നിഡോസിൽ എന്ന് പറയുന്നത്. ഇതിലെന്തെങ്കിലും ഇതിൻ്റെ പ്രയോ വന്ന് സ്ട്രോങ് ആയിട്ട്, നല്ല സ്ട്രോങ് ആയിട്ട് ടച്ച് ചെയ്യുമ്പോഴാണ് ഇത് സ്റ്റിമുലേറ്റഡ് ആവുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഉള്ളിലല്ലേ നിട ഇരിക്കുന്നത്, ഈ നിടയ്ക്കകത്തുള്ള ആ ട്യൂബ്യൂൾ ഇങ്ങനെ കോയിൽ ചെയ്തിട്ട് ഇരിക്കുന്നത് അല്ലേ, ഇതിൻ്റെ ഉള്ളിലാണ് ആ ട്യൂബ്യൂള് ഇങ്ങനെ കോയിൽ ചെയ്ത് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ നിടയ്ക്കകത്ത് ഹൈ പ്രഷറാണ്. അപ്പം ഹൈ പ്രഷറിൻ്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഇവിടെ കുറേ ഫ്ലൂയിഡ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, കുറേ കോൺസെൻട്രേറ്റഡ് അയോൺസും അമിനോസും പ്രോട്ടീൻസും ഒക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഓസ്മോട്ടിക് ഗ്രേഡിയൻ്റ് കൊണ്ടും ഈ ട്യൂബ്യൂൾ ഇങ്ങനെ കോയിൽ ചെയ്തിരിക്കുന്നതുകൊണ്ടും ഒക്കെ ഇതിനകത്ത് നല്ല പ്രഷറാണ്. അപ്പോഴാണ് ഇതിങ്ങനെ ട്രിഗർ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ ഒരു ഹിഞ്ച്ഡ് ക്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഓപ്പർക്കുലം, അത് പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് പുറത്തോട്ട് തുറന്നു കഴിയുമ്പോഴാണ് ഈ ത്രെഡ് ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ പുറത്തേക്ക് ഫയർ ചെയ്യും. ഇതിൻ്റെ അറ്റത്തൊരു നീഡിൽ പോണൊക്കെ ഉണ്ട്. അപ്പോൾ ആ നീഡിൽ പ്രേയുടെ ബോഡിയിൽ പിയേഴ്സ് ചെയ്യും, എന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തിക്കയറുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള ടോക്സിൻ, ആ ട്യൂബ്യൂൾ വഴി ആ ടോക്സിൻ പ്രേയുടെ ബോഡിയിൽ കയറിയിട്ട് അതിനെ പാരലൈസ് ചെയ്യും. അപ്പം അതാണ് ഇതിൻ്റെ ഒരു മോഡ് ഓഫ് ആക്ഷൻ, ഫയറിങ്. അപ്പോൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ള നിഡോസൈറ്റ് പിന്നെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അതങ്ങ് പിന്നെ നശിച്ചു പോകത്തേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ്? സ്റ്റിമുലസ് ഡിറ്റക്ഷൻ, റാപ്പിഡ് പ്രഷർ ഇൻക്രീസ്, ത്രെഡ് ഇവേർഷൻ, പെനിട്രേഷൻ ആൻഡ് ഇൻജെക്ഷൻ, അത് കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ആഫ്റ്റർ യൂസ് ഇറ്റ് വിൽ ഡീജനറേറ്റ്, അത് പിന്നെ റീയൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയാണ് ഫയറിങ്. മനസ്സിലായോ? ഇനി അതിൻ്റെ ഒരു വീഡിയോ കൂടെ നമുക്ക് കാണാം. Lining its tentacles are millions of special capsules called ടെൻറ്റക്കിൾസ് ആണ്, ഇതിനകത്താണ് ഇരിക്കുന്നത്. ആ ടെൻറ്റക്കിൾസിൽ നിഡോസൈറ്റ് ഇരിക്കുന്നത് ഇപ്പൊ കാണിക്കും, ഫോക്കസ് ആയിട്ട് കാണിക്കും. nematocysts. Inside the capsules lie thread-like ഏരിയ ഫോക്കസ് ആയിട്ട് കാണിക്കും. ഇതെല്ലാം ഓരോ നിഡോസൈറ്റ് ആണ്. അതിനകത്ത് നിടയ്ക്കകത്ത് കാണാം നമുക്ക് ഈ കോയിൽഡ് ആയിട്ടുള്ള ട്യൂബ്യൂൾ. ഇത് എങ്ങനെയാണ് ഫയർ ചെയ്യുന്നതെന്ന് നോക്കിയോ. projectiles loaded with deadly poisons. ഉണ്ടോ When unleashed, ഉണ്ടോ ഇത് ഫയർ ചെയ്യുന്നുണ്ട്. ഇതിലെല്ലാം ബ്രിസിൽസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, കുഞ്ഞു കുഞ്ഞു സ്പൈൻസ് എല്ലാം ഉണ്ട്. these weapons fire with the acceleration of a rifle bullet. They pierce their target and pump it full of paralyzing toxins. The tentacles must be touched before the weapons can discharge. And for that, the prey must come to the anemone.
Its plant-like appearance perfectly conceals its very deadly intent. മനസ്സിലായി. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഒരു പിന്നെ വർക്കിംഗ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഈ ഇവിടെ കാണിക്കുന്നത്. അങ്ങനെ ഒരു പ്രേ വന്ന് ടച്ച് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഒരു ഓപ്പർക്കുലം ഉണ്ടല്ലോ, അത് ഇങ്ങനെ അങ്ങ് തുറക്കുമ്പോഴത്താണ് ഇതിങ്ങനെ ഫയർ ചെയ്യുന്നത്. ഇതിൻ്റെ ബോഡിയിൽ പോയി പിയേഴ്സ് ചെയ്യും, ഇതിനകത്തുള്ള പോയിസൺ ഇൻജെക്റ്റ് ചെയ്യും, ഇതിനെ പാരലൈസ് ചെയ്യും. അങ്ങനെയാണ് ഫീഡ് ചെയ്യുന്നത്. ടെൻറ്റക്കിൾസ് വെച്ച് എൻറ്റാങ്കിൾ ചെയ്തിട്ട് ഫീഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സോ ദാറ്റ് ഈസ് അബൌട്ട് the nidocyte അതിൻ്റെ സ്ട്രക്ചർ, അതിനകത്തുള്ള നിഡ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നിഡ, ഹൗ ഇറ്റ് ഫയർ. അപ്പം ഇതെല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ ടുഡേ ഐ എം ഗോയിങ് ടു വൈൻഡ് അപ്പ് ദ സെക്ഷൻ. താങ്ക് യു. I'm an icon, man. I'm a girl about a 10. I should fuck her in the Benz.